അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബിദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേയുള്ളൂ. അശാന്തമായ സായാഹ്നത്തിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അഹ്ലുബൈത്തിന്റെ ഉമ്മ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പടിയിലൂടെ എത്തി നോക്കി. പുന്നാര പാപ്പയുള്ളത്. എന്താ പാപ്പ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? മോളെ വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു. ഫാത്തിമ, മോളെ ഫാത്തിമ. വാതിൽ തുറന്നു. കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദൈന്യതയോടെ ബാപ്പയുടെ മുഖത്ത് നോക്കി ഗദ്ഗദത്തോടെ പറഞ്ഞു, ബാപ്പ, ഞാൻ നല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി ബാപ്പ. ഇവിടെ കഴിക്കാനായി ഒന്നുമില്ല ബാപ്പ. പുന്നാര ഫാത്തിമയെ നബിതങ്ങൾ വിളിച്ചു. മോളെ ഇത് നോക്കൂ. തന്റെ കമീസ് ഉയർത്തി വയറ്റത്ത് കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. ഇതുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് ധാരധാരയെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. പ്രിയ സദസ്സിനെ, അതല്ല, അതിലേറെ സങ്കടം. തൊട്ടപ്പുറത്ത് റോസാ പുഷ്പങ്ങൾ പോലെയുള്ള 2 പിഞ്ചു മക്കൾ ഹസനും ഹുസൈനും. അവർ വിശപ്പ് സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കരയുകയാണ്. ഉമ്മി, ഉമ്മി. കരളരിക്കുന്ന ഈ രംഗം കണ്ട മുത്തുനബിക്ക് താങ്ങാനായില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തെന്നോ? ഒന്നും മുറിയാടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ദാ മദീനയുടെ അകത്തെത്തിക്കാണും. അതാ ഒരു അറാബി തന്റെ ഈന്തപ്പനത്തോട്ടം നനയ്ക്കുന്നു. ഏയ് മനുഷ്യ, ഞാൻ താങ്കളുടെ തോട്ടം നനയ്ക്കാൻ സഹായിക്കട്ടെ? എനിക്ക് കൂലി തരാമോ? ആ ആശ്വാസ അറാബി പറഞ്ഞു. 1 ബക്കറ്റ് വെള്ളം നനച്ചാൽ 3 കാരക്ക് തരാം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരാൻ തുടങ്ങി. 1 തവണയല്ല, 8 തവണ. 9ാം തവണയാണ് സംഭവിച്ചത്. കയറ് പൊട്ടി പകുതി കിണറ്റിലേക്ക് വീണു. ഒരടി, അതും തിരിഞ്ഞയുടെ താമര പോലുള്ള കവളത്തെടുത്ത്. വിശപ്പിനൊപ്പം വേദനയും. ഏതായാലും ഒന്നും പ്രതികരിക്കാതെ കിട്ടിയ കാര്യക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി. മുത്തുനബി അടിച്ച ആ അറാബിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് പെടഞ്ഞു. ഞാൻ അടിച്ചത് ഒരു പ്രവാചകനായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല. വാളെടുത്തു തന്റെ ഇടതു കൈയിൽ പിടിച്ചു. മുത്തനബി അടിച്ച വലതു കൈക്ക് 6 വെട്ട് കൊടുത്തു. അയാൾ വേദന സഹിക്കാനാവാതെ നിലത്തേക്ക് വീണു. അങ്ങനെ അതുവഴി വന്ന യാത്രാ സംഘം അയാളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു. പതുക്കെ പതുക്കെ കണ്ണു തുറന്നു. അല്ല, താങ്കൾക്ക് എന്താണ് പറ്റിയത്? ആ അറാബി നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. അങ്ങൊരു പ്രവാചകനാണോ? ഞാൻ അടിച്ചത് ഒരു പ്രവാചകനായിരിക്കുമോ? ആ മനുഷ്യന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തരാമോ? അങ്ങനെ യാത്രാ സംഘം മുത്തുനബിയെയും കൂട്ടി ആ മനുഷ്യനെയും കൂട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. കൂലിയിൽ കിട്ടിയ കാരക്ക ഹസനും ഹുസൈനും മടിയിൽ എത്തി കൊടുക്കുകയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താ വന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അങ്ങൊരു പ്രവാചകനാണോ? അങ്ങയുടെ മുഖത്തടിച്ച വേദനയിൽ ഞാൻ എന്റെ കൈ അറുത്തു മാറ്റിയതാ. അങ്ങൊരു പ്രവാചകനാണെങ്കിൽ എന്റെ ഈ കൈ ശേഷിപ്പെടുത്തി തരണം. കാരുണ്യസാഗരമായ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തെന്നോ? തന്റെ ഉമ്മയിൽ പുരട്ടി കൈ ശരിപ്പെടുത്തി കൊടുത്തു. ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് കൂട്ടുകാരെ
മുത്തുനബി സല്ലല്ലാഹു ജനങ്ങളോട് കാണിച്ച മാതൃക ഇതുപോലെ നമുക്ക് പോകാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.